ഉമ്മ ഉം. ഉമ്മ പറഞ്ഞിട്ടില്ലേ നേരത്തെ റിലേഷൻഷിപ്പിലൊക്കെ ബോയ്സ് ഗേൾസിനോട് ഇങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ. അതുപോലെ ഗേൾസും ടോക്സിക് ആവത്തില്ലേ? ഗേൾസും ടോക്സിക് ഒക്കെ ആവും. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ആ ഗേൾ എപ്പോഴും ഈ ബോയുടെ ഫോൺ എടുക്കണം, എൻ്റെ ഫോൺ താ ഞാൻ നോക്കട്ടെ, അങ്ങനെ പറയുന്ന ഒരു ഗേൾ ഇസ് എ ടോക്സിസിറ്റി. കാരണം അവൾക്ക് വിശ്വാസമില്ല, അവൾ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നിർബന്ധം. ഇപ്പം മോനോട് ഒരു കാര്യം പറയാണ്, അല്ലെങ്കിൽ ഒരു ബോയോട് ആ ഗേൾ പറയണം ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അവനത് ഇഷ്ടമില്ല. അങ്ങനെ ഉള്ളപ്പം ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ആ നോ എന്ന് പറയുന്നതിനെ കേൾക്കണം. സെയിം ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗേൾ നോ പറഞ്ഞാലും നോ ആണ്, അതുപോലെ ബോയ് പറഞ്ഞാലും നോ ആണ്, അല്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ അമ്മ ഈ ഗേൾസ് നമ്മളെ ഫണ്ണാക്കി കളിയാക്കി ചുമ്മാ ഓരോ പേരൊക്കെ വിളിച്ചാലോ? അത് ശരിക്കും അത് സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല ക്വാളിറ്റി അല്ല, അതൊരു ടോക്സിസിറ്റിയാണ്. അയാൾ അത്രയും വിലയെ കൽപ്പിക്കുന്നുള്ളതാണ്. അതിപ്പം ആരായാലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഹസ്ബൻഡ് ഡിവോഴ്സിലൊക്കെ ഹസ്ബൻഡ് അങ്ങനെ വിളിക്കും, ഏത് നേരം ഇങ്ങനെ പറയും, അങ്ങനെ ഇൻസൾട്ട് ചെയ്യും എന്ന് പറയുന്നത് അതൊരു ഇൻസൾട്ടാണല്ലേ. അപ്പം അത് ഗേൾസ് ചെയ്താലും അത് ടോക്സിക് തന്നെയാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഗേൾസിൻ്റെ ടോക്സിസിറ്റി എന്താണ്, നീ ഇവൻ്റെ കൂടെ പോകണ്ട, നീ അവൻ്റെ കൂടെ പോകണ്ട, വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊയ്ക്കോ, മറ്റുള്ളവരോട് മിണ്ടരുത്. അതൊരു ടോക്സിസിറ്റിയാണ്. നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ ഇഷ്ടവും നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ അല്ലേ, അത് വേറൊരാൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്. പിന്നെ ഒരു കാര്യമാണ് നുണ പറയുന്നത്. എല്ലാ കാര്യത്തിനും തൊട്ടതിന് ചെറിയ ചെറിയ നുണകളല്ല ഞാൻ പറഞ്ഞത്, ചെട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും നുണ പറയും. എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഹൈഡിങ് ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഹോണസ്റ്റി ഇല്ലായ്മ ഒരിക്കലും ലവ് അല്ല അല്ലേ, അത് ലവ് അല്ല, അപ്പം അതും ഒരു ടോക്സിസിറ്റിയാണ്. പിന്നെ ഒരു കാര്യം അറിയാമോ, ഇപ്പം അത് ഗേളായാലും ബോയാലും ആണ് ഞാൻ പറയുന്നത്, പക്ഷെ ഗേൾസിന്റെ കാര്യം മോൻ ചോദിച്ചുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരുടെ അപ്ബ്രിങ്ങിങ് ഡിഫറെൻ്റ് ആണ്, ഓരോ വീടുകളിലെയും റൂൾസും ഓരോ വീട്ടിലെ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ കളിയാക്കുക എന്നുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനല്ലേ, അത് ഒരു ബാഡ് കാര്യമാണ്. അയാളെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവൾ അങ്ങനെ വീട്ടുകാരെയും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം ചില ബോയ്സിൻ്റെ അടുത്ത് അമ്മമാർ പറഞ്ഞിട്ടുണ്ടോ 10 മണിക്ക് മുമ്പ് വീട്ടിൽ വരണം, അപ്പോൾ അതിനെ കളിയാക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാമോ, അവർ പറയുന്നത് നിന്റെ ഫോൾട്ട് കൊണ്ടാണ് ഉണ്ടായ കാര്യമാണെന്ന്. എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് പറ്റിപ്പോയതായിരിക്കും, അതിന് ഭയങ്കര ദേഷ്യപ്പെട്ട് നീ ഒറ്റ ഒരുത്തം കാരണമാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഒരു വളരെ ബിഗ് ടോക്സിസിറ്റിയാണ്. അപ്പം മോൻ ചോദിച്ച പോലെ ഗേൾസ് എല്ലാവരും ടോക്സിക് അല്ലാത്തതും ബോയ്സ് മാത്രം ടോക്സിക്, അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒരു റിലേഷൻഷിപ്പിൽ ഇറ്റ് ഇസ് എ ഗീവ് ആൻഡ് ടേക്ക്. രണ്ടുപേരും നന്നായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പോകുള്ളൂ. ഓക്കെ.